ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ നിമിഷ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതാണെങ്കിൽ പിനാട്ട കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പിനാട്ട കേക്ക് ഉണ്ടാക്കുന്നത്. ഇതേവരെ പിനാട്ട കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ വരാറുണ്ട്, പക്ഷേ ഞാൻ എടുക്കാറില്ല കേട്ടോ. എനിക്ക് ഇച്ചിരി പേടിയാണ്. പിനാട്ട സിലിക്കോൺ മോൾഡൊക്കെ ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്ത് നമ്മൾ സെറ്റാക്കിയിട്ട് വേണ്ടേ, അപ്പോൾ പൊട്ടിപ്പോകുന്നുള്ളൊരു പേടി കാരണം കൊണ്ടാണ് എടുക്കാതിരുന്നത് കേട്ടോ. ഇന്ന് എന്തായാലും ശരിക്കും ഉണ്ടാക്കി പെർഫെക്റ്റാക്കി എടുക്കുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ട് എന്നിങ്ങനെ പേടിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്കും ട്രൈ ചെയ്യേണ്ടേ, എല്ലാം ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു. 1/2 kg കേക്കായിരുന്നു കേട്ടോ. 250 grams സ്പഞ്ച് ഞാൻ ബേക്ക് ചെയ്തെടുത്തേക്കുന്നത്. 2 ലെയറായിട്ട് കട്ട് ചെയ്ത് ചോക്ലേറ്റ് കേക്കാണ് ഫ്ലേവർ വരുന്നത്. അതാണെങ്കിൽ ഗനാശം കൊണ്ട് ക്രീം കൊണ്ട് ഐസിങ് ചെയ്യുക, മേളിൽ ഗനാശം ഒഴിച്ചു കൊടുക്കുക, ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുക, സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് സെറ്റാക്കി. പിന്നെ എൻ്റെ ഹാർട്ട് ഷേപ്പിന് മോൾഡില്ലായിരുന്നു കേട്ടോ. അവർക്ക് ഹാർട്ട് ഷേപ്പായിരുന്നു വേണ്ടത്. അപ്പോൾ ഹാർട്ട് ഷേപ്പിന് മോൾഡില്ലാത്തതുകൊണ്ട് സർക്കിളിനകത്ത് ഉണ്ടാക്കി പിന്നെ അതിന് ഹാർട്ട് ഷേപ്പ് നമ്മൾ കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ. അപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റും നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ 250 ഗ്രാമിൻ്റെ വേണം ചെയ്യാനായിട്ട്. എന്ന് വെച്ചാണെങ്കിൽ നമ്മൾ ചോക്ലേറ്റൊക്കെ നമ്മൾ എടുത്ത് മെൽറ്റ് ചെയ്തെല്ലാം സെറ്റാക്കി വരുമ്പോൾ അത് 1/2 kg ആവും കേട്ടോ. പെർഫെക്റ്റ് 1/2 kg കൂടുതലാവും. എനിക്ക് 670 എത്രയും കണ്ട് ആയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ 250 ഗ്രാം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് നമ്മളാണെങ്കിൽ സിലിക്കോൺ മോൾഡ് നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ കോട്ടിങ് ചെയ്യും, പിന്നെ അതിന് സെക്കൻഡ് കോട്ടിങ് ചെയ്യും. അങ്ങനെയൊക്കെ ആകുമ്പം നല്ല തിക്കായിട്ട് ചോക്ലേറ്റ് നമ്മൾ പിനാട്ട റെഡിയാവും കേട്ടോ. അതുകൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് 1/2 kg കൂടുതൽ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഒത്തിരി ഫിനിഷിങ് ആക്കേണ്ട ആവശ്യമില്ല. എന്തായാലും അവർ പൊട്ടിക്കുമ്പോൾ എന്തായാലും അതെല്ലാം കാണാതെ പോകുന്നില്ലല്ലോ. എന്നാലും ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, അപ്പോൾ ഇച്ചിരി ഫിനിഷിംഗ് ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്തോ എനിക്കും അറിയത്തില്ല കേട്ടോ. ഞാൻ നോക്കിയിട്ടൊന്നും ആരും അങ്ങനെ കാണിക്കുന്നില്ല ഐസിങ്. എല്ലാവരും ക്രം കോട്ട് ചെയ്ത് നേരെ ഇങ്ങനെ വെക്കുന്നേ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ നേരെ ഐസിങ് ചെയ്തിട്ട് ഒത്തിരിയില്ല, മേളിൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി റോസറ്റൊക്കെ വരച്ച് കൊടുത്ത് സൈഡിൽ കൂടെ നേരെ ഫിനിഷിങ് നമ്മൾ നോർമൽ ഇത് തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തിട്ട് ഇനി പിനാട്ട മോൾഡ് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് എപ്പോഴും പിനാട്ട മോൾഡ് ഞാൻ ചെയ്തതെന്ന് നോക്കിയതാണ് കേട്ടോ, എങ്ങനെ ശരിയാവോ ഇല്ലയെന്ന്. ഒരു ഫ്രിഡ്ജിലാണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റേക്കൊന്ന് തണുക്കാനായിട്ട് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചോക്ലേറ്റ് എല്ലാവരും സെറ്റാവും. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ പൊട്ടാൻ സൈഡിൽ നിന്നൊക്കെ പൊട്ടാനുള്ള പിന്നെ ചെറുതായിട്ടങ്ങനെ ഇച്ചിരി പൊട്ടിപ്പോയെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അതേ കണ്ടോ, അതിൻ്റെ നല്ല പെർഫെക്ഷനായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ട്രിക്കൊന്ന് വെച്ച് യൂസ് ചെയ്ത് നോക്കണേ. പിന്നെ മേളിൽ കൂടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് കൊടുക്കുക, കുറച്ച് സ്പ്രിങ്കിൾസ് വെച്ച് കൊടുക്കുക, ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും വെച്ച് കൊടുക്കുക. പിന്നെ സൈഡിലൊക്കെ ഈ ഗ്യാപ്പ് കണ്ടോ കാണുന്നത്, അവിടെ ആണെങ്കിൽ ഞാൻ റെഡ് കളർ റിബണും വെച്ച് കൊടുക്കുന്നു കേട്ടോ. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് നല്ലൊരു അടിപൊളി റിവ്യൂ എനിക്ക് ഗൂഗിളിൽ തന്നേക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എപ്പോഴാണെങ്കിൽ ഞാൻ പറയുന്നത് കൊണ്ട് തന്നെ നമ്മളൊന്നും കാര്യത്തിൽ പേടിച്ചിരിക്കേണ്ട, എനിക്കിപ്പോൾ മനസ്സിലായി കേട്ടോ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാം ട്രൈ ചെയ്തിൽ നമുക്ക് എങ്ങനെയാണ് പഠിക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പം ഞാൻ ഇതുകൊണ്ടൊരു പഠിച്ചൊരു പാഠമായത്. നമ്മളെല്ലാം കാര്യത്തിൽ നമ്മൾ പേടിച്ച് മാറുന്നേക്കാൾ നല്ലത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മളെക്കൊണ്ട് തീർച്ചയായിട്ടും പറ്റിയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.